നിയമസഭയിൽ 85 സീറ്റ് ഉറപ്പെന്ന കണക്കെടുപ്പിൽ കോൺഗ്രസ്. മലപ്പുറത്തും മധ്യകേരളത്തിലും മുന്നണി വൻ നേട്ടമുണ്ടാക്കും. വിജയസാധ്യത മണ്ഡലങ്ങളുടെ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് വിദഗ്ധൻ സുനിൽ കനഗോലു കോൺഗ്രസ് ക്യാമ്പിൽ അവതരിപ്പിച്ചു. തദ്ദേശ ഫലം അതേപടി പ്രതിഫലിക്കില്ലെന്നും ജാഗരൂകരാകണമെന്നുമാണ് പ്രവർത്തകർക്ക് നേതൃത്വത്തിന്റെ മുന്നറിയിപ്പ്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അതേപടി പ്രതിഫലിച്ചേക്കാമില്ല എന്ന സാധ്യതയും UDF മുന്നിൽ കാണുന്നുണ്ട്. എന്ത് സാഹചര്യമുണ്ടായാലും 85 സീറ്റെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് UDFിൻ്റെ ആലോചനകൾ നടക്കുന്നത്. കോൺഗ്രസിൻ്റെ വയനാട് ക്യാമ്പിൻ്റെ വിലയിരുത്തലും അങ്ങനെ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രത്യേകിച്ച് ചില മണ്ഡലങ്ങളുടെ സാന്നിധ്യം കോൺഗ്രസ് പങ്കുവയ്ക്കുന്നുണ്ട്. മധ്യകേരളത്തിൽ വമ്പൻ മുന്നേറ്റമുണ്ടാകുമെന്നാണ് UDFിൻ്റെ പ്രതീക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മാത്രമല്ല, അവിടുത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളും തങ്ങളുടെ പരമ്പരാഗത ശക്തി മേഖലകളിലേക്ക് UDFും കോൺഗ്രസും തിരികെ എത്തി എന്നതാണ്. കേരള കോൺഗ്രസ് ഇല്ലാതെ തന്നെ കോൺഗ്രസ് അവിടെ വിജയം നേടിയത് ഏറ്റവും അനുകൂല സാഹചര്യം ഉണ്ടാവും. അത് നിയമസഭയിലും ആവർത്തിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി അടക്കമുള്ള ജില്ലകളിലെ സാന്നിധ്യം ആ തരത്തിലുള്ള തങ്ങൾക്ക് ശക്തി മേഖലകളായി എന്നതാണ് അവർ കരുതുന്നത്. പ്രധാനമായും ഈ ജില്ലകളിൽ നിന്ന് മാത്രം 25 സീറ്റിലധികം സമാഹരിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്ക് കൂട്ടലുണ്ടാവുന്നത്. മറ്റൊന്ന് മലപ്പുറം ജില്ലയാണ്. പതിവ് പോലെ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് നിന്ന് മാത്രം ഇത്തവണ 16 സീറ്റോളം ലഭ്യമാകുമെന്ന കണക്കുമുണ്ട്. അങ്ങനെ മലപ്പുറവും മധ്യകേരളത്തിൻ്റെ ജില്ലകളും ചേരുമ്പോൾ തന്നെ വലിയൊരു മജോറിറ്റി തങ്ങൾക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് BJPയുടെ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ. ഇതിൽ പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ശക്തി മേഖലകളായ പരമ്പരാഗത ശക്തി മേഖലകളായ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിലും ഇത്തവണ UDF വലിയ രീതിയിൽ നില മെച്ചപ്പെടുത്തും. കോൺഗ്രസിന് ഇതുവരെ പ്രാതിനിധ്യം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളായി ഉണ്ടാവാത്ത കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇത്തവണ 8 സീറ്റാണ് UDF പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വലിയ സ്വാധീനം ഇടതുപക്ഷ മേഖലകളിലും ഉണ്ടാവും. അങ്ങനെ ഒരു അനുകൂല സാഹചര്യം വീണ്ടും ഉണ്ടായാൽ സീറ്റുകളുടെ എണ്ണം 100ലേക്ക് വരെ എത്തിയേക്കാം എന്ന പ്രതീക്ഷയാണ് UDFിന് ഉണ്ടാവുന്നത്. UDFിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന സുനിൽ കനഗുലുവിൻ്റെ നേതൃത്വത്തിൽ ഈ വയനാട്ട് ക്യാമ്പിലും വിലയിരുത്തലുകൾ നടന്നിട്ടുണ്ട്. 90 സീറ്റുകൾ വരെ ഉറപ്പ് എന്ന റിപ്പോർട്ടാണ് സുനിൽ കനഗുലു ഈ ക്യാമ്പിൽ പങ്കുവച്ചിട്ടുള്ളത്. ഇതാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവർ വിലയിരുത്തുന്നത്. സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം, ശബരിമല പോലെയുള്ള അനുകൂല സാഹചര്യങ്ങൾ, ഇത് നിയമസഭയിൽ തന്നെ വീണ്ടും തങ്ങളെ നേട്ടമുണ്ടാക്കുമെന്നാണ് കരുതുന്നത്. അതായത് മുന്നണിയുടെ കെട്ടുറപ്പിനേക്കാൾ അപേക്ഷിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രകടനത്തെക്കാൾ അപേക്ഷിച്ച് സർക്കാർ വിരുദ്ധ വോട്ടുകൾ UDFിന് അനുകൂലമായി ഉണ്ടാവും. അതാണ് ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന ഒരു സാഹചര്യം. മറ്റൊന്ന്, ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത വോട്ടുകൾ നിശബ്ദമാക്കപ്പെടുകയോ ക്രോസ് വോട്ടിങ്ങോ നടക്കാനുള്ള സാധ്യതയും UDF കരുതുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാക്കും. ഒരുപക്ഷെ 2001 തെരഞ്ഞെടുപ്പിൽ നടന്നതിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് UDFിന് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം. മറ്റൊന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം അതേപടിയുള്ള ഒരു ആവർത്തനം ഉണ്ടാവില്ലെങ്കിൽ കൂടിയുമുള്ള ജാഗ്രത പാലിക്കൽ ഉണ്ടാവണം. അതിൽ കേന്ദ്രവിരുദ്ധ സമരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ആവിഷ്കരിക്കുന്നത്. മലയോര മേഖലയും തീരദേശ മേഖലയും പ്രതിനിധീകരിക്കുന്നുള്ള തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും UDFിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന കണക്കെടുപ്പ് തന്നെയാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്.